നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചിയാരത്ത് രാജേന്ദ്ര മൈതാനം കേന്ദ്രീകരിച്ച് 3000-ഓളം പേർ പങ്കെടുക്കുന്ന വിപുലമായ ഓണാഘോഷത്തിന് ഒല്ലൂർ മണ്ഡലത്തിൽ തുടക്കമായതായി MLA കെ രാജൻ പറഞ്ഞു. ഡിവൈഎഫ്ഐക്ക് പുതിയ നേതൃത്വം. പ്രസിഡന്റ് ചിന്ത ജോറനെയും കല്യാശ്ശേരി MLA M വിജിനെയും സംസ്ഥാന സെക്രട്ടറിയായി പ്രഖ്യാപിച്ചു. 2026 വർഷത്തെ ഓണാഘോഷം PT ഗവൺമെന്റ് LP സ്കൂളിൽ ഗംഭീരമായി ആഘോഷിച്ചു. പുത്തൂർ പഞ്ചായത്തിന്റെയും പുത്തൂർ കൃഷിഭവന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർഷക ചന്ത ഒല്ലൂർ MLA കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ചിയാരത്ത് രാജേന്ദ്ര മൈതാനം കേന്ദ്രീകരിച്ച് 3000-ഓളം പേർ പങ്കെടുക്കുന്ന വിപുലമായ ഓണാഘോഷത്തിന് ഒല്ലൂർ മണ്ഡലത്തിൽ തുടക്കമായതായി MLA കെ രാജൻ പറഞ്ഞു. ഏകദേശം 3000-ഓളം പേർ പങ്കെടുക്കുന്ന വിപുലമായ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ജനപ്രതിനിധികൾ, അധ്യാപകർ, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ളവർ വരും ദിവസങ്ങളിലെ ആഘോഷത്തിൽ പങ്കെടുക്കും. പഞ്ചായത്തുകളിലെ എല്ലാ വാർഡുകളിലും വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞായറാഴ്ച നടക്കുന്ന ഔപചാരിക ഉദ്ഘാടന ചടങ്ങിൽ വിവിധ ജനപ്രതിനിധികൾ പങ്കെടുക്കും. ചിയാരത്ത് രാജേന്ദ്ര മൈതാനം കേന്ദ്രീകരിച്ചാണ് പ്രധാന പരിപാടികൾ നടക്കുന്നത്. പുരുഷന്മാർ, വനിതകൾ, യുവാക്കൾ എന്നിവർക്കായി വിവിധ കായിക മത്സരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കബഡി, വടംവലി തുടങ്ങിയ മത്സരങ്ങളിൽ ഇതിനകം നിരവധി പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പുതിയ രജിസ്ട്രേഷനുകൾക്കും അവസരം ഒരുക്കിയിട്ടുണ്ട്. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിലായി സാംസ്കാരിക കായിക പരിപാടികളും നടക്കും. 28-ാം തീയതി രാവിലെ 10 മണിക്ക് നടക്കുന്ന പ്രത്യേക പരിപാടിയിൽ സിനിമ, കായിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ ഓണാഘോഷം ശ്രദ്ധേയമായ ജനകീയ ആഘോഷമാക്കി മാറ്റുവാനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നതെന്നും ഒല്ലൂർ MLA കെ രാജൻ പറഞ്ഞു. ഒല്ലൂർ സമൃദ്ധിയുടെ നേതൃത്വത്തിൽ ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ ഓണാഘോഷ പരിപാടികൾ ഔപചാരികമായിട്ട് ഇന്നലെ ആരംഭിച്ചു. ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിപുലമായിട്ടുള്ള പങ്കാളിത്തമാണ് ഈ മത്സരങ്ങളിലാകെ ഉണ്ടായത്. നമ്മുടെ നിയോജക മണ്ഡലത്തിലെ 43 സ്കൂളുകളിൽ ഇന്നലെ വാശിയേറിയ പൂക്കള മത്സരം നടന്നു. ഓരോന്നിനേക്കാൾ ഗംഭീരമാകുന്ന വളരെ വാശിയേറിയ ഒല്ലൂർ സമൃദ്ധി ഓണാഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള പൂക്കള മത്സരത്തോടു കൂടിയാണ് ഇന്നലെ ഇത് ആരംഭിച്ചത്. നൂറുകണക്കിന് ആളുകൾ സാധാരണത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പുതിയ അനുഭവം എന്നുള്ളതുകൊണ്ട് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും ഉൾപ്പെടെ പങ്കാളിയായിട്ടുള്ള പൂക്കളങ്ങളാണ്. ഇന്നിപ്പോൾ പീച്ചി ഓണാഘോഷ പരിപാടികൾ ആരംഭിക്കും. നാളെ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ എല്ലാ വാർഡുകളിലും വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ, ക്ലബ്ബുകൾ അവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ടുള്ള പൂക്കള മത്സരം നാളെ നടക്കുകയാണ്. നാളെ രാവിലെ 9 മണിക്ക് ഔപചാരികമായി മേയർ അത് ഉദ്ഘാടനം ചെയ്യും. കളക്ടറും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും MLA യും എല്ലാം ഉൾപ്പെടെ പങ്കെടുക്കുന്ന വളരെ വിപുലമായ പരിപാടികളോടെ ചിയാരത്ത് രാജേന്ദ്ര മൈതാനത്ത് നിന്ന് ആരംഭിച്ച എല്ലാ വാർഡുകളിലും ആ പരിപാടി നടക്കും. വ്യത്യസ്തമായ പരിപാടികൾ വിവിധ ദിവസങ്ങളിൽ വീരനാട്യ മത്സരം നടത്തറയിൽ വെച്ച്, തിരുവാതിരക്കളി 27-ന് നമ്മുടെ മാടക്കത്തറയിൽ വെച്ചൊക്കെ നടക്കുന്നുണ്ടെങ്കിലും പുത്തൂർ പഞ്ചായത്തിൽ വെച്ച് നടക്കുന്ന ശ്രദ്ധേയമായ ഒരു പരിപാടി 25-ന് ഉത്രാട ദിവസം രാവിലെ 10 മണിക്ക് പുത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന വടംവലി മത്സരമാണ്. 10 ടീമുകൾ ഇതിനകം തന്നെ പുരുഷന്മാരുടെയും 6 ടീമുകൾ സ്ത്രീകളുടെയും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനിയും പുതിയതായിട്ടുള്ള രജിസ്ട്രേഷൻ ഇന്നുകൂടി എടുക്കാം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ബഹുമാന്യനായിട്ടുള്ള കേരളത്തിൻ്റെ യുവജനകാര്യ കായിക രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ OJ ജനീഷ് കുമാറാണ് രാവിലെ 10 മണിക്ക് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. കേവലം വടംവലി മത്സരത്തിൽ പങ്കെടുക്കുന്നവർ മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ ആളുകളെല്ലാം പങ്കെടുക്കുന്ന ശ്രദ്ധേയമായിട്ടുള്ള ഓണാഘോഷമായി അത് മാറും. കേരളത്തിൻ്റെ മാത്രമല്ല, ലോകത്തിൻ്റെ തന്നെ കളിക്കളത്തിൽ ഏറ്റവും അഭിമാനമായിട്ടുള്ള പത്മശ്രീ IM വിജയൻ ആ പരിപാടിയുടെ മുഖ്യാതിഥിയായി 25-ാം തീയതി രാവിലെ 10 മണിക്ക് പുത്തൂരിൽ എത്തിച്ചേരും. അതിനു പുറമെ സിനിമ, കായിക താരങ്ങളെല്ലാം ആ പരിപാടിയിൽ പങ്കെടുക്കാവുന്ന വിധത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഓണാഘോഷങ്ങളുടെ പരിപാടിയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരാഴ്ചക്കാലം നാട്ടിലെല്ലാ ഇടങ്ങളിലും നടക്കുന്ന ഓണാഘോഷ പരിപാടികളുടെ ഒരു ക്രീമായിരിക്കും ഒല്ലൂർ സമൃദ്ധി ഓണാഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്നത്. എല്ലാവർക്കും സ്നേഹപൂർവ്വമായ സ്വാഗതം. പീച്ചി ഓണാഘോഷത്തിന് ഓഗസ്റ്റ് 22-ന് 4 മണിക്ക് തുടക്കം കുറിക്കും. വൈകിട്ട് നാടൻ പാട്ടും കലാപരിപാടികളും പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തും പീച്ചി DMCയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പീച്ചി ഓണാഘോഷം 2026 ഓഗസ്റ്റ് 22 ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4-ന് പീച്ചി പ്രധാന കവാടത്തിൽ നിന്നും ഘോഷയാത്ര, തുടർന്ന് 5-ന് പൊതുസമ്മേളനം MLA കെ രാജൻ ഉദ്ഘാടനം ചെയ്യും.
പൊതുസമ്മേളനത്തിനു ശേഷം ചലച്ചിത്ര പിന്നണി ഗായകനും കേരള ഫ്ലോഗർ അക്കാദമി യുവപ്രതിഭ പുരസ്കാര ജേതാവും ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡ് വിന്നറുമായ സിജോ സണ്ണി നയിക്കുന്നു. വൈകിട്ട് 6-ന് കൈതോല നാടൻ പാട്ടുകൂട്ടം അണിയിച്ചൊരുക്കുന്ന കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്. ഡിവൈഎഫ്ഐക്ക് പുതിയ നേതൃത്വം. പ്രസിഡന്റ് ചിന്ത ജെറോമിനെയും കല്യാശ്ശേരി എംഎൽഎ എം വിജിനെയും സംസ്ഥാന സെക്രട്ടറിയായി പ്രഖ്യാപിച്ചു. ചരിത്രത്തിലാദ്യമായി ഡിവൈഎഫ്ഐയുടെ വനിതാ അധ്യക്ഷയായി ചിന്ത ജെറോം എത്തും. ആലപ്പുഴയിൽ നിന്നുള്ള ആർ രാഹുലാണ് ട്രഷറർ. തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ എ റഹീമാണ് പ്രഖ്യാപനം നടത്തിയത്. 25 അംഗ സെക്രട്ടേറിയറ്റിനെയും പ്രഖ്യാപിച്ചു. വി അനൂപ്, ആർ ശ്യാമ, മുഹമ്മദ് അഫ്സൽ, ഷബീർ പി, നിഖിൽ ബാബു എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ.
ഗ്രീഷ്മ അജയ് ഘോഷ്, രജീഷ് വെള്ളാട്ട്, ശ്യാം പ്രസാദ്, സച്ചിൻ ദേവ്, അനുശ്രീ എന്നിവരാണ് ജോയിന്റ് സെക്രട്ടറിമാർ. തൃശൂർ കോർപ്പറേഷൻ 12ാം ഡിവിഷൻ നെട്ടിശ്ശേരി ഓണാഘോഷം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൌൺസിലർ സിന്ധുമോൾ അധ്യക്ഷത വഹിച്ചു. പായസ വിതരണവും ഓണപ്പാട്ടുകളും തിരുവാതിരക്കളി ഡിവിഷനിലെ എല്ലാവരും പങ്കെടുത്തു. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അമ്മമാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമേ തന്നെ ഓണത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം നൽകുന്ന ഓണത്തിൻ്റെ ഏറ്റവും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊള്ളുന്നു. നമുക്കറിയാം, ഓണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു തനത് സംസ്കാരമാണ്, പാരമ്പര്യമാണ്. ഇവിടെ ജാതിയില്ല, മതമില്ല, വർഗമില്ല, രാഷ്ട്രീയ കക്ഷികളില്ല, രാഷ്ട്രീയമില്ല. മനുഷ്യരെല്ലാവരെയും ഒത്തുചേർത്ത് പിടിക്കുന്ന, അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുന്ന, ഒരുമിപ്പിക്കുന്ന ഒന്നാണ് ഓണം എന്ന് പറയുന്നത്. പുത്തൂർ പഞ്ചായത്തിന്റെയും പുത്തൂർ കൃഷിഭവന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർഷക ചന്ത ഒല്ലൂർ എംഎൽഎ കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. പുത്തൂർ കുരിശുമൂല കൃഷിഭവൻ പരിസരത്ത് നടത്തിയ പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. ഓണക്കാലത്ത് വിഷരഹിത പച്ചക്കറികൾ കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച് പൊതുവിപണിയേക്കാൾ കുറഞ്ഞ വിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംസ്ഥാന കൃഷിവകുപ്പ് നടപ്പാക്കുന്ന ഓണസമൃദ്ധി പരിപാടിയുടെ ഭാഗമായാണ് കർഷക ചന്ത സംഘടിപ്പിച്ചത്. പൊതുജനങ്ങൾക്ക് ആവശ്യമായ പച്ചക്കറികൾ പൊതുവിപണിയേക്കാൾ കുറഞ്ഞ വിലയിൽ ഇവിടെ നിന്നും ലഭ്യമാകും. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി റെജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS അഖിൽ, പഞ്ചായത്ത് അംഗങ്ങളായ CK തിലകൻ, രേഖ ചാക്കോ, പ്രിയങ്ക സനീഷ്, TP മാധവൻ, കൃഷി ഓഫീസർ നിമിഷ, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള നമ്മുടെ കാർഷിക ചന്ത വളരെ വലിയ വിജയകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. സാധാരണ നമ്മുടെ ഉത്സവകാലത്തൊക്കെ എല്ലാ വിഭവങ്ങളിലും വില പൊതുവിൽ കൂടുന്ന ശീലമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടി വർദ്ധിക്കപ്പെട്ടതോടുകൂടി ഒരു ഉപഭോക്തൃ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൻ്റെ വിപണിയുടെ വില സാധാരണ നിലയിൽ കൂടുകയും ചെയ്യും. ആ ഘട്ടത്തിലാണ് ഗവൺമെന്റ് 2026 വർഷത്തെ ഓണാഘോഷം പീച്ചി ഗവൺമെന്റ് LP സ്കൂളിൽ ഗംഭീരമായി ആഘോഷിച്ചു. പ്രധാനാധ്യാപിക ടെസി KJ സ്വാഗതം പറഞ്ഞ ചടങ്ങിന്റെ ഉദ്ഘാടനം പാണഞ്ചേരി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന വർഗീസ് നിർവഹിച്ചു. ബ്ലോക്ക് മെമ്പർ അഭിലാഷ് മുഖ്യാതിഥിയായി. ഉല്ലൂക്കര ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഓണപ്പൂക്കള മത്സരത്തോടനുബന്ധിച്ച് പാർട്ടിസിപ്പേഷൻ ട്രോഫി കൈമാറി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജി ഗിരിജ,
മറ്റ് ബ്ലോക്ക് അംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യം ചടങ്ങ് മഹനീയമാക്കി. മുൻ വാർഡ് മെമ്പർമാരായ ബാബു തോമസ്, ആന്റണി വാരപ്പെട്ടി, വിദ്യാഭ്യാസ പ്രതിനിധി സിജു MJ, OSA പ്രതിനിധികളായ CD ആന്റണി, TT ജോയ്, വാർഡ് മെമ്പർമാരായ ആര്യ ശരത്, സന്ധ്യ, ഷാജി തുടങ്ങിയവരുടെ സാന്നിധ്യം ഓണാഘോഷം മികച്ചതാക്കി. ചടങ്ങിനു ശേഷം കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. വാമനനും മാവേലിയും മലയാളി മംഗമാരും മാരന്മാരും വേദി മനോഹരമാക്കി. കുട്ടികളുടെയും അധ്യാപകരുടെയും ഓണപ്പാട്ടുകളും രക്ഷിതാക്കളുടെ ഓണക്കളിയും മെഗാ തിരുവാതിരയും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി. ഓണത്തിൻ്റെതായ എല്ലാവിധ ആശംസകളും നേരുന്നതിനൊപ്പം ഇന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ മാവേലി പുരാതന കാലം മുതലേ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. നമ്മുടെ നാട് വാണ്ടുന്ന മാവേലി നമ്മളെ കാണാൻ വരുന്ന ദിവസമാണ് ഓണമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അത് എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണ നാളിലാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. ഓണത്തിന് എന്തെല്ലാം ഓർമ്മകളാണ് നമുക്കുള്ളത്? ഞാൻ എൻ്റെ പണ്ടത്തെ കാലം ഓർക്കുകയാണ്. നിങ്ങൾക്കൊക്കെ ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഞങ്ങളൊക്കെ ഓണമായി കഴിഞ്ഞാൽ തലേദിവസം തന്നെ കൂട്ടുകാരികളുടെ കൂടെ പോയി പൂക്കളം പറിച്ച് എങ്ങനത്തെ പൂക്കളം ഇടണേന്നൊക്കെ ആലോചിച്ച് പിറ്റേ ദിവസം നേരം എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മുറ്റത്ത് ഒരു പടമൊക്കെ വരച്ച് അവിടെ പൂക്കളം ഇടും. അപ്പോൾ നമ്മുടെ കൂട്ടുകാരികളും നമ്മുടെ ബന്ധുക്കളും എല്ലാവരും കൂടി ചേർന്നിട്ട് അത് അടിപൊളിയാക്കി ചെയ്യും. ഇന്നത്തെ മക്കൾക്ക് അതൊന്നും അറിയില്ല. പക്ഷെ നിങ്ങളും ഇതുപോലെ നമ്മുടെ പണ്ട് കാരണന്മാരൊക്കെ ചെയ്ത പോലെ തന്നെ ഓണപ്പൂക്കളം ഇട്ട് മാവേലിനെ സ്വീകരിക്കണം. പിന്നെ ഒത്തിരി കറികളൊക്കെ കൂട്ടി പായസം കൂട്ടി ഭക്ഷണം കഴിക്കണം അല്ലേ? അപ്പൊ നമ്മുടെ മാവേലിനെ ഓർമ്മിക്കുന്നതോടൊപ്പം എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പൂക്കളത്തിലും ഡാൻസും പാട്ടും തിരുവാതിരക്കളിയൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം. അപ്പൊ എല്ലാവർക്കും ഓണത്തിന്റെ ആശംസകൾ നേർന്നു. കളർ ഡ്രസ്സൊക്കെ ഇട്ട് വന്നേക്കണ എന്തുകൊണ്ടാ? എന്താ ഓണത്തിന്റെ പ്രത്യേകത? ഓണത്തിന് നമുക്ക് പായസം കൂട്ടി ഊണ് കഴിക്കാന്നാ. അത് മാവേലി വരും. മാവേലി വരുമോ? വരും. മാവേലി ഇഷ്ടമാണോ നിങ്ങൾക്ക്? ഓണാവധി ഇഷ്ടം, വിഷുവിന്റെ അവധി ഇഷ്ടം, ക്രിസ്മസിന്റെ അവധി ഇഷ്ടം? ഓണം, ക്രിസ്മസ്, വിഷു ഇഷ്ടമുള്ളവരുണ്ടാ? ഞങ്ങളൊക്കെ പറയാ വിഷുവ പറയാ. എന്താ കാരണം എന്നറിയോ? 2 മാസം അവധി കിട്ടും. ഓണത്തിനും ക്രിസ്തുമസിനും നമുക്ക് 10 ദിവസം അവധിയുള്ളൂ. വിഷുവിന് നമുക്ക് 2 മാസം അവധി. അപ്പൊ അതുകൊണ്ട് ഞങ്ങളൊക്കെ പറയാറ് വിഷു അവധിയാ നല്ലതെന്ന് പറയാ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മണ്ണുത്തി നോർത്ത് യൂണിറ്റ് ഓണാഘോഷം ജില്ലാ സെക്രട്ടറി K ചന്ദ്രമോഹനൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KV വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ A അറുമുഖൻ, V ദാശായനി, യൂണിറ്റ് സെക്രട്ടറി EV സൈനുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് യൂണിറ്റ് അംഗങ്ങളുടെ കലാപരിപാടികൾ ഉണ്ടായി. തൃശൂർ കോർപ്പറേഷൻ 15ാം ഡിവിഷൻ നെട്ടിശ്ശേരി ഓണാഘോഷം നടത്തി. ഡിവിഷൻ കൗൺസിലർ K ഗോപാലകൃഷ്ണൻ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. പായസ വിതരണവും ഓണപ്പാട്ടുകളും തിരുവാതിരക്കളിയും ഡിവിഷനിലെ എല്ലാവരും പങ്കെടുത്തു. നമ്മുടെ ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിരിക്കുന്ന തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അവർ, അതേപോലെ തന്നെ ഇവിടെ ആശംസകൾ ഇവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടുള്ള ബഹുമാനായ മുഖ്യാതിഥി ഡെപ്യൂട്ടി മേയർ ശ്രീ A പ്രസാദ്, നമ്മുടെ ബഹുമാനായ ഈ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ബഷീർ അഹമ്മദ്, പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സന്ദേശം വിളിച്ച് ചൊല്ലുന്ന ഓണത്തിൻ്റെ ആശംസകൾ, ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഇപ്രാവശ്യം തൃശ്ശൂർ കോർപ്പറേഷൻ 56 ഡിവിഷനുകളിലും അതത് ഡിവിഷൻ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള ഓണാഘോഷ പരിപാടികൾ നടത്തി വരികയാണ്. ഇന്നത്തെ ദിവസം തന്നെ ഒരു 8-10 പരിപാടികളിൽ ഞാൻ
പങ്കെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ഓണം എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രത്യേകത, ഓണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജാതി, മത, വർഗ, പ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നാണ് എന്ന സന്ദേശം, എല്ലാവരും ഒരുമിപ്പിക്കുന്ന, എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സംസ്കാരമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പാരമ്പര്യമാണ് ഓണം എന്ന് പറയുന്നത്. ഓണത്തിൽ ജാതിയില്ല, മതമില്ല, വർഗമില്ല, പ്രായമില്ല, അതുപോലെ തന്നെ കക്ഷി രാഷ്ട്രീയമില്ല. അപ്പോൾ എല്ലാ മതിൽക്കെട്ടുകളെയും തകർത്തുകൊണ്ട് മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്നുള്ള ആ ഒരു സന്ദേശം, അത് തന്നെയാണ് മാവേലി രാജാവ് ഉദ്ദേശിച്ചത്. ആ ഒരു സന്ദേശം അക്ഷരപ്രതി നമ്മൾ ശിരസ വഹിക്കുന്ന ഒരു കാലഘട്ടമാണ് ഓരോ ഓണ കാലഘട്ടവും. ഇനിയൊരു ഇടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. പട്ടിക്കാട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടിക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിർധനരായ കുടുംബങ്ങൾക്ക് സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്തു. ജോർജേട്ടൻസ് സൂപ്പർ മാർക്കറ്റ് പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ജോബി പറമ്പുള്ളി സ്വാഗതം ആശംസിച്ചു. ഒല്ലൂർ നിയോജകമണ്ഡലം MLA അഡ്വക്കേറ്റ് കെ രാജൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പട്ടിക്കാട് യൂണിറ്റിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നതായി അദ്ദേഹം ആശംസിച്ചു. അതോടൊപ്പം നിർധന കുടുംബങ്ങൾക്കുള്ള ചികിത്സാ ധനസഹായ വിതരണ ബ്രോഷറും ചടങ്ങിൽ അദ്ദേഹം നിർവഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി തിമോത്തി പറമ്പുള്ളി, ട്രഷറർ സുജിത് ചൊവ്വൂക്കാരൻ, പഞ്ചായത്ത് പ്രസിഡന്റ് മീനു ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ മാത്യു നൈനാൻ, അബൂബക്കർ, പഞ്ചായത്ത് അംഗം അജു തോമസ്, വനിതാ വിംഗ് പ്രസിഡന്റ് രാഗിണി മുകുന്ദൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് സുധീഷ് MK, മറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർമാർ, വ്യാപാരി മെമ്പർമാർ തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി. തീരുമാനിക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാധാരണ നിലയിൽ സാമ്പത്തികമായിട്ടുള്ള നിരവധി പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരു ഘട്ടമാണ്. മഴ ഉൾപ്പെടെയുള്ള ചില കെടുതികളിൽ കുറച്ചു കാലമായിട്ട് ജോലിക്കൊക്കെ പോകാൻ പറ്റാതിരിക്കുന്നവരുണ്ട്. പൊതുസമൂഹത്തിനകത്ത് വ്യാപകമായിട്ടുണ്ടായിട്ടുള്ള വിലക്കയറ്റം നമ്മുടെ ആഘോഷങ്ങളുടെ മാറ്റ് കുറയ്ക്കാതിരിക്കാനുള്ള പലവിധ പരിശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതിലൊക്കെ എല്ലാവരുടെയും പങ്കില്ലാതെ ഏതെങ്കിലും ഒരു സർക്കാരിനോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനോ മാറ്റുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ നടക്കുന്നത്. പിന്നെ ഞാനാണ് ജോലി വിളിച്ചു വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് വ്യാപാരി വ്യവസായി കിടക്കുന്നതായിട്ട് അറിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനമുണ്ട്. ജോലി സൂചിപ്പിച്ചതുപോലെ അങ്ങനെ തളർന്നു പോകാതിരിക്കാനുള്ള കരുത്തുണ്ട് നമ്മുടെ എല്ലാ വീഴ്ചകൾക്കും എന്ന് തെളിയിക്കുന്നതാണ് ജോർജേട്ടൻസിൻ്റെ പുതിയ സ്ഥാപനം എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് തിക്കുംകര പഞ്ചായത്ത് ഓണസ്മൃതിയും കാർഷിക ചന്തയും പ്രസിഡന്റ് ശാന്ത ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ പഞ്ചായത്ത് ഹാളിന് മുൻപിൽ ഓണസമൃദ്ധിയും കാർഷിക ചന്തയും ആരംഭിച്ചു. EM ശശി അധ്യക്ഷം വഹിച്ചു. CDS കുടുംബശ്രീയുടെ ഓണം സ്പെഷ്യൽ ചന്ത പ്രസിഡന്റ് ശാന്ത ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ ഉദ്ഘാടനം ചെയ്യുകയും കൃഷി ഓഫീസർ ഡോക്ടർ അഞ്ജലി സ്വാഗതവും മേരി ഡേവിസ് അധ്യക്ഷം വഹിച്ചു.
ജയസൂര്യ, രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. അതുപോലെ എല്ലാ ഉൽപ്പന്നങ്ങളും കുടുംബശ്രീയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയ കടകളിൽ നിന്ന് മേടിക്കാതെ സ്വന്തം കൈപ്പടയിൽ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളാണ്. ഈ പറഞ്ഞതുപോലെ തുണി ഒഴികെ എല്ലാ സാധനങ്ങളും, പപ്പടം, കായവറവ്, അതുപോലെ തന്നെ ശർക്കര വരട്ടി, അങ്ങനെ എല്ലാ സാധനങ്ങളും, പുളിയിഞ്ചി, അച്ചാറടക്കം ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ്. എല്ലാവരുടെയും സഹകരണം അത്യാവശ്യമാണ്. ഓരോ കുടുംബത്തിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. എല്ലാവരും എല്ലാ സഹകരണവും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി അറിയിക്കുന്നു. ആർ ഗണേഷ് മെമ്മോറിയൽ വിക്ടറി ITI ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 50ാം വാർഷികത്തിന്റെ നിറവിൽ ഈ വർഷത്തെ ഓണാഘോഷം നടന്നു. പൂക്കള മത്സരം, മറ്റ് കലാപരിപാടികൾ എന്നിവ ഉൾപ്പെടുത്തി ഓണാഘോഷം സമചിതമായി നടത്തി. വിക്ടറി ITI മാനേജിംഗ് ഡയറക്ടർ പ്രശാന്ത് മേനോൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ PV ചിത്രാംഗതൻ സ്വാഗതം ആശംസിച്ചു. പ്രിൻസിപ്പൽ വിക്ടറി ITI എടപ്പാൾ ഹരിത പ്രശാന്ത്, വൈസ് പ്രിൻസിപ്പാൾ A സജീവൻ, അഡ്മിനിസ്ട്രേറ്റർ KGK സുന്ദരരാജൻ, പൂക്കളം ജഡ്ജ് ദാമോദരൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. EV തോംസൺ നന്ദി രേഖപ്പെടുത്തി. ഓണാഘോഷത്തോടനുബന്ധിച്ച് വിക്ടറി ITI ഉല്ലൂക്കര, കീരംകുളങ്ങര ടൗൺ എന്നീ സ്ഥാപനങ്ങളിലെ സ്റ്റാഫ് അംഗങ്ങളും വിദ്യാർത്ഥികളും പങ്കെടുത്ത വർണ്ണാഭമായ ബാൻഡ് വാദ്യത്തോടെയുള്ള ഘോഷയാത്ര ഉല്ലൂക്കര ITI മുതൽ ഉല്ലൂക്കര സെന്റർ വരെ നടത്തി. ഘോഷയാത്രയിൽ ഉൾപ്പെടുത്തിയ വലിയ ബൊമ്മ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു. പൂക്കള മത്സരത്തിൽ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ RACT ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രീഷ്യൻ എന്നീ ട്രേഡുകൾ കരസ്ഥമാക്കി. ഷൈനി ഗണേഷ് ഉല്ലൂക്കര, കീരംകുളങ്ങര ടൗൺ എന്നീ സ്ഥാപനങ്ങളിലെ സ്റ്റാഫ് അംഗങ്ങൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു പ്രവർത്തനം ഉണ്ടാവരുത്. ബസ് സ്റ്റോപ്പിലെത്തുമ്പോൾ പല ഓട്ടോറിക്ഷക്കാരും ആൾക്കാർക്കൊക്കെ ഒരു കാലത്തും ബുദ്ധിമുട്ടുണ്ടാവരുത്. അത് ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മുടെ ആഘോഷം എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ 50ാം വാർഷികത്തിന്റെ ഭാഗമായ ഓണം ഏറ്റവും ഭംഗിയാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നിങ്ങള് ഒരു ചെറിയ റിക്വസ്റ്റ് കൂടി ഞാൻ തരികയാണ്. റിക്വസ്റ്റ് മറ്റൊന്നുമല്ല, നമ്മളൊക്കെ പുത്തൂർ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷം മുൻ പഞ്ചായത്ത് പ്രസിഡന്റും രാഷ്ട്രീയ നേതാവുമായ VV മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ അധ്യക്ഷം വഹിച്ചു. വൈസ് പ്രസിഡന്റ് മിനി റെജി, പഞ്ചായത്ത് അംഗങ്ങളായ പ്രിയങ്ക സനീഷ്, CK തിലകൻ, TP മാധവൻ, മുൻ മെമ്പർ നളിനി വിശ്വംഭരൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി സിനോയ് സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് മുൻ സെക്രട്ടറി TB സജിത തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, ശുചിത്വ സേനാംഗങ്ങൾ, പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ ആഘോഷത്തിൽ പങ്കാളികളായി. തുടർന്ന് വിവിധ കലാപരിപാടികളും വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. സഞ്ചാരം ഇലയിട്ടു വിളമ്പുന്ന രുചികളിൽ വിടരും നിറവയറൂണിന്റെ സന്തോഷം കസവിട്ട് ഊഞ്ഞാലിനാടുമ്പോൾ നിലവോരമുണരുന്നു സംഗീതം. അമ്പലപ്പാട്ട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഈ വർഷത്തെ ഓണാഘോഷവും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും ഡെപ്യൂട്ടി മേയർ A പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ബാങ്കിലെ മെമ്പർമാരുടെ മക്കളിൽ നിന്ന് 2025-26 അധ്യയന വർഷത്തിൽ
SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ബാങ്കിന്റെ പ്രവർത്തന മേഖലയിൽ നിന്ന് ഈ വർഷം മുഖ്യമന്ത്രിയിൽ നിന്ന് വിശിഷ്ട സേവനത്തിനുള്ള ബഹുമതി നേടിയവരെയും ആദരിക്കലും ബാങ്കിന്റെ ഹെഡ് ഓഫീസ് ഹാളിൽ ബാങ്ക് പ്രസിഡന്റ് ജോസഫ് പൂമല അധ്യക്ഷനായി. വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണം ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ P. രാമചന്ദ്രൻ നിർവഹിച്ചു. ഡയറക്ടർമാരായ ജോൺസൺ മലിയത്ത്, ജേസൺ മാത്യു, KR സന്ദീപ്, കുട്ടൻ മച്ചാട്, വർഗീസ് വാഗയിൽ, ജെസ്സി സാജൻ, IA സബീല, രാധിക പുഷ്പാങ്കദൻ തുടങ്ങിയവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് K. ചന്ദ്രശേഖരൻ സ്വാഗതവും സെക്രട്ടറി PK തോമസ് നന്ദിയും പറഞ്ഞു. ഒഴിവാക്കാൻ സാധിക്കുമോന്ന് ജേസൺ മാഷോട് കുറെ പറഞ്ഞു നോക്കിയതാണ്. പക്ഷേ ജേസന്റെ നിർബന്ധപൂർവമായ ശാസ്ത്രീയ തുടർന്നാണ് ഈ പരിപാടി സമയത്ത് എത്തിച്ചേരാമെന്ന് ഏറ്റത്. നമുക്കറിയാം, സഹകരണ മേഖലയെ സംബന്ധിച്ച് ഏറ്റവും വലുത് വിശ്വാസം തന്നെയാണ്. ആ വിശ്വാസത്തിന്റെ പുറത്ത് തന്നെയാണ് സഹകരണ മേഖലയിലെ ആളുകൾ നിക്ഷേപവുമായി കടന്നു വരുന്നത്. സഹകരണ ബാങ്കുകളുമായി ആളുകൾ പണമിടപാട് നടത്തുന്നു. ദീർഘവർഷക്കാലത്തെ പാരമ്പര്യമുള്ള ഒരു സഹകരണ ബാങ്കാണ് അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്ക്. നേരത്തെ ഇവിടെ പ്രിയങ്കരനായ സ്വാഗതപ്രാസം പോലെ തന്നെ സ്വാഗതത്തിന് ശേഷം ഏറ്റവും ബഹുമാനായ VR കൃഷ്ണനും പ്രിയങ്കരനായ CT ദേവസ്വേട്ടനും കുര്യാക്കോസ് മാഷും ഒപ്പം തന്നെ നമ്മുടെ സുന്ദരേട്ടനും തന്നെ ദീർഘവർഷക്കാലം സഹകരണ മേഖലയെ നയിച്ച ഒരു സഹകരണ ബാങ്കാണ്. ദീർഘവർഷക്കാലം നേടിയെടുത്ത വിശ്വാസം തന്നെയാണ് ഈ നാടിനകത്ത് ബാങ്കിന്റെ മുദ്ര നൽകാത്തതിനകത്ത് യാതൊരു തർക്കവുമില്ല. നമുക്കറിയാം, സഹകരണ സംഘങ്ങളെ സംബന്ധിച്ച് കേവലം കോടികൾ വെച്ചുകൊണ്ടാരും പണവുമായി രംഗത്ത് വരുന്നില്ല. ആ സംഘത്തിന്റെ ജീവനക്കാർക്കും ആ സംഘത്തിലെ ഡയറക്ടർമാർക്കും പ്രസിഡന്റിനും ആ നാടിനകത്തുള്ള വിശ്വാസം തന്നെയാണ് സഹകരണ ബാങ്കിലെ നിക്ഷേപങ്ങളുടെ സുരക്ഷ നൽകാത്ത യാതൊരു തർക്കവുമില്ല. മുളയം KT ഫേംസ് ബെഡ് നിർമ്മാണ സ്ഥാപനത്തിൽ വൻ തീപിടുത്തം. മുളയം കൊട്ടിലുംപറമ്പിൽ കിടക്കി നിർമ്മാണ കമ്പനിയിൽ വെള്ളിയാഴ്ച രാത്രി 11:30 തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിനുള്ള കാരണം വ്യക്തമല്ല. നിരവധി കിടക്കകളും കെമിക്കൽസും ഫോംസും തീപിടുത്തത്തിൽ കത്തി നശിച്ചു. സ്ഥാപനത്തിന്റെ അങ്കണത്തിൽ നിർത്തിയിട്ടിരുന്ന മിനി വാനും കിടക്ക നിർമ്മിക്കുന്ന മിഷനറികളും പൂർണ്ണമായും കത്തി. അർദ്ധരാത്രി 1:30 വരെ 8 യൂണിറ്റോളം ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിച്ചുവെങ്കിലും പൂർണ്ണമായും തീ അണഞ്ഞിരുന്നില്ല. സ്ഥാപനത്തിനുള്ളിലെ കെമിക്കൽസിലും തീ പടർന്നു പിടിച്ചതിനാൽ തീ അണയ്ക്കാൻ പ്രയാസമായിരുന്നു. ആളപായം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പൂക്കളമൊരുക്കിയും ഓണപ്പാട്ടുകളും കളികളും കൊണ്ട് തൃശൂർ പ്രസ് ക്ലബിന്റെ ഓണാഘോഷം. ജവഹർ ബാലഭവനിൽ നടന്ന ഓണാഘോഷം കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. മുഖ്യാതിഥിയായ കളക്ടർ ശിഖ സുരേന്ദ്രൻ പാട്ടുപാടിയാണ് ആഘോഷത്തിൽ പങ്കെടുത്തത്. പ്രസ് ക്ലബ് അംഗങ്ങൾക്കായുള്ള ഓണക്കിറ്റിന്റെ വിതരണോദ്ഘാടനം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് MB ബാബു, സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ എന്നിവർക്ക് കൈമാറി മന്ത്രി നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, വൈസ് പ്രസിഡന്റ് TK സുധീഷ്, MLA-മാരായ സനീഷ് കുമാർ ജോസഫ്, രാജൻ J. പല്ലൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ,
DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഷോൺ പെല്ലിശ്ശേരി, കൗൺസിലർ പൂർണിമ സുരേഷ്, KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, ശോഭ സുബിൻ, രവി ജോസ് താണിക്കൽ, MS സമ്പൂർണ, VS പ്രിൻസ്, വിജയ് ഹരി തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. ചലച്ചിത്ര താരങ്ങളായ സുനിൽ സുഗത, ജയരാജ് വാര്യർ തുടങ്ങിയവർ ഓണവിശേഷങ്ങൾ പങ്കുവച്ചു. അഷ്റഫ് ഗ്രിഗറി വടക്കൻ, റെമിൽ യേശുദാസ്, ഫാദർ പോൾ പൂവത്തിങ്കൽ, സ്വാമി സദ്ഭവാനന്ദ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക കലാമേഖലകളിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. വടംവലി മത്സരത്തിൽ വീഡിയോ ജേർണലിസ്റ്റുകളാണ് ചാമ്പ്യന്മാർ. ഓണം വിപണനമേള 2026നോടനുബന്ധിച്ച് മാടക്കത്ര ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മാടക്കത്ര സ്കൂളിലും പഞ്ചായത്തിലും നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാവിത്രി രാമചന്ദ്രൻ തുടങ്ങിയവർ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ അജിത സുനിൽകുമാർ അധ്യക്ഷയായിരുന്നു. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. തിളക്കവും ഭംഗിയും ഒരുമിക്കുന്ന ആഭരണ ലോകം ഗ്ലീം ആൻഡ് ഗ്ലേസ്. വിവാഹം, നിശ്ചയം, റിസപ്ഷൻ, ഫോട്ടോഷൂട്ട്, ആഘോഷവേളകൾ, ഏതവസരത്തിനും ഇനി പ്രീമിയം ആഭരണങ്ങൾ വാടകയ്ക്കും വിൽപ്പനയ്ക്കും ലഭ്യമാണ്. ആന്റിക് ജ്വല്ലറി, ടെമ്പിൾ ജ്വല്ലറി, കുന്ദൻ ജ്വല്ലറി, AD ജ്വല്ലറി, ബ്ലാക്ക് ഓക്സിഡൈസ്ഡ് ജ്വല്ലറി, ആന്റി ടർണിഷ് ജ്വല്ലറി തുടങ്ങി ഏറ്റവും പുതിയ ഡിസൈനുകളുടെ വിപുലമായ ശേഖരം നിങ്ങളെ കാത്തിരിക്കുന്നു. ഗ്ലീം ആൻഡ് ഗ്ലേസ്, ബസാർ റോഡ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പട്ടിക്കാട്, തൃശൂർ. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും 8590132139. വീണ്ടും വാർത്തയിലേക്ക്. തിരൂർ സർവീസ് സഹകരണ ബാങ്കിൽ പിൻവാതിൽ നിയമനം നടത്തുവാനുള്ള CPM നീക്കത്തിനെതിരെ കോലഴി മുളങ്കുന്നത്തുകാവ് UDF മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ സർവീസ് സഹകരണ ബാങ്കിലേക്ക് മാർച്ചും ധരണയും സംഘടിപ്പിച്ചു. CPM നേതാക്കളായവരുടെ മക്കളെയും ഭാര്യമാരെയും പരീക്ഷ എഴുതിയ മുഴുവൻ യുവതിയുവാക്കളെയും വഞ്ചിച്ചു. UDF കോലഴി മണ്ഡലം ചെയർമാൻ ഹരി നമ്പലാട്ട് അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ തോമസ് ആന്റണി, ജോസഫ് ചുങ്കത്ത്, K സന്തോഷ് കുമാർ, ജോമോൻ കൊളന്നൂർ, AJ ഷാജു, ലിൻസൺ തിരൂർ, PA ലോനപ്പൻ, OM ഷാജു, ഉദയൻ കുറ്റൂർ, ഷൈല സാബു, സുമിത ഷാജി, സനിത സന്തോഷ്, ജെസി ലോനപ്പൻ, CT ഡെന്നി, ഭരതൻ കോലഴി, സജി കോണ്ടിയാരത്ത്, ഡേവിസ് പാമ്പൂർ, ഇന്ദിര ശശികുമാർ,
ജിസോ ലോനപ്പൻ, പി ഗംഗാധരൻ, റോമി ജോൺസൺ, നോയൽ കുറ്റൂർ, ഡേവിസ് വലിയമ്പറമ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി. CPM ബന്ധുനിയമന റാങ്ക് ലിസ്റ്റ് UDF പ്രഖ്യാപിച്ചു. അതിനെ തുടർന്ന് JRന്റെ നിർദ്ദേശാനുസരണം ARഉം സംഘവും സംഘത്തിൽ പരിശോധന നടത്തി നിയമന നീക്കം സ്റ്റേ ചെയ്തു. ഒല്ലൂക്കര കൃഷിഭവന്റെ ഓണച്ചന്ത തൃശൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൗൺസിലർ സിന്ധു മോൾ, കൃഷി ഓഫീസർ TR അഭിമന്യു തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചിയാരത്ത് രാജേന്ദ്ര മൈതാനം കേന്ദ്രീകരിച്ച് 3000-ഓളം പേർ പങ്കെടുക്കുന്ന വിപുലമായ ഓണാഘോഷത്തിന് ഒല്ലൂർ മണ്ഡലത്തിൽ തുടക്കമായതായി MLA K. രാജൻ പറഞ്ഞു. ഡിവൈഎഫ്ഐക്ക് പുതിയ നേതൃത്വം. പ്രസിഡന്റ് ചിന്ത ജോറനെയും കല്യാശ്ശേരി MLA M. വിജിനെയും സംസ്ഥാന സെക്രട്ടറിയായി പ്രഖ്യാപിച്ചു. 2026 വർഷത്തെ ഓണാഘോഷം PT ഗവൺമെന്റ് LP സ്കൂളിൽ ഗംഭീരമായി ആഘോഷിച്ചു. പുത്തൂർ പഞ്ചായത്തിന്റെയും പുത്തൂർ കൃഷിഭവന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർഷക ചന്ത ഒല്ലൂർ MLA K. രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.